ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? എഴുത്തിനായി കേരളൻ എന്ന തൂലികാനാമം ഉപയോഗിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. കേരളൻ എന്ന തൂലികാനാമം ആരാണ്? കേരളൻ എന്ന തൂലികാനാമം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ്? എൻ്റെ ജീവിത സ്മരണകൾ മന്നത്തു പത്മനാഭൻ്റെ ആത്മകഥയാണ്. എന്താണ്? എൻ്റെ ജീവിത സ്മരണകൾ മന്നത്തു പത്മനാഭൻ്റെ ആത്മകഥയാണ്. അപ്പോൾ ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ്? മന്നത്തു പത്മനാഭൻ്റെ ആത്മകഥാ ഗ്രന്ഥമാണ് എൻ്റെ ജീവിത സ്മരണകൾ. മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകമോ? നസ്രാണികൾക്കൊക്കേക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥം. ഏതാണ്? നസ്രാണികളൊക്കേക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകം. മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ചത് ഹോർത്തൂസ് മലബാറിക്കോസിലാണ്. ഇന്ത്യയിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകം ഏതാണ്? ഇന്ത്യയിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകം പുതിയ നിയമമാണ്. ഇന്ത്യയിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകമാണ് പുതിയ നിയമം. കേരളത്തിലെ ആദ്യത്തെ മലയാളം അച്ചുകൂടമായിട്ടുള്ള കോട്ടയം CMS പ്രസ് സ്ഥാപിച്ചത് ആരാണ്? CMS പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. കേരളത്തിലെ ആദ്യത്തെ മലയാളം അച്ചുകൂടമായിട്ടുള്ള കോട്ടയം CMS പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളത്തിലെ ആദ്യത്തെ 2 പത്രങ്ങളാണ് രാജ്യസമാചാരവും പശ്ചിമോദയവും. രാജ്യസമാചാരം, പശ്ചിമോദയം. അപ്പോൾ മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകം നസ്രാണികൾക്കൊക്കേക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥം. ഇന്ത്യയിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകമാണ് പുതിയ നിയമം. കേരളത്തിലെ ആദ്യത്തെ മലയാളം അച്ചുകൂടമായിട്ടുള്ള കോട്ടയം CMS പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളത്തിലെ ആദ്യത്തെ 2 പത്രങ്ങളാണ് രാജ്യസമാചാരവും പശ്ചിമോദയവും. കേരളത്തിലെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക്? ഡോക്ടർ എ ജയതിലക് കേരളത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ്. കേരളത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യൻ കൃതികളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ അടുത്തിടെ ഇടം പിടിച്ച കൃതികൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ കൃതികൾ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് വികസിപ്പിച്ചത്? ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് അടുത്തിടെ വികസിപ്പിച്ചത് ചൈനയാണ്. കേരളത്തിലെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക്? 50ാമത് ചീഫ് സെക്രട്ടറിയാണ്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ അടുത്തിടെ ഇടം പിടിച്ച ഇന്ത്യൻ കൃതികളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് വികസിപ്പിച്ചത്? അത് ചൈനയാണ്. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിപ്പിച്ച് പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? അത് റെയിൽ1 ആണ്. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിപ്പിച്ച് പുറത്തിറക്കിയ ആപ്പാണ് റെയിൽ1. 2025 കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലാണ് INS തമാൽ. എന്താണ്? 2025 കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലാണ് INS തമാൽ. 2026 ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ വംശജനാണ് അനിൽ മേനോൻ. 2026 ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ വംശജനാണ് അനിൽ മേനോൻ. 2026 ജൂണിൽ. 2025 കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലാണ് INS തമാൽ. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിപ്പിച്ച് പുറത്തിറക്കിയ ആപ്പാണ് റെയിൽ1. കേന്ദ്രമന്ത്രിസഭയെ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്രമന്ത്രിസഭയെ പിരിച്ചുവിടാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്.
മണി ബില്ലുകൾക്ക് ശുപാർശ നൽകുന്നത് ആരാണ്? മണി ബില്ലുകൾക്ക് ശുപാർശ നൽകുന്നതും രാഷ്ട്രപതിയാണ്. കേന്ദ്ര കണ്ടിജൻസി ഫണ്ടിൽ നിന്നുള്ള ചിലവഴിക്കൽ അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? അതും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യയിൽ എല്ലാ അന്തർദേശീയ ഉടമ്പടികളും ആരുടെ പേരിലാണ് ഒപ്പുവെക്കുന്നത്? അത് രാഷ്ട്രപതിയുടെ പേരിലാണ്. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയെ പിരിച്ചുവിടാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. മണി ബില്ലുകൾക്ക് ശുപാർശ നൽകുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര കണ്ടിജൻസി ഫണ്ടിൽ നിന്നുള്ള ചിലവഴിക്കൽ അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യയിലെ എല്ലാ അന്തർദേശീയ ഉടമ്പടികളും രാഷ്ട്രപതിയുടെ പേരിലാണ് ഒപ്പുവെക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭയെ പിരിച്ചുവിടാൻ അധികാരമുണ്ട്. മണി ബില്ലുകൾക്ക് ശുപാർശ നൽകുന്നുണ്ട്. കേന്ദ്ര കണ്ടിജൻസി ഫണ്ടിൽ നിന്നുള്ള ചിലവഴിക്കൽ അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യയിലെ എല്ലാ അന്തർദേശീയ ഉടമ്പടികളും ആരുടെ പേരിലാണ് ഒപ്പുവെക്കുന്നത്? രാഷ്ട്രപതിയുടെ പേരിലാണ് ഒപ്പുവെക്കുന്നത്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ഏത് ബില്ലിൻ്റെ നടപടിക്രമങ്ങളാണ് 109 അനുച്ഛേദത്തിൽ വിവരിക്കുന്നത്? മണി ബില്ലിൻ്റെ നടപടിക്രമങ്ങളാണ് 109 ആർട്ടിക്കിളിൽ വിവരിക്കുന്നത്. മണി ബില്ലിനെ നിർവചിക്കുന്നത് 110 ആർട്ടിക്കിൾ. മണി ബില്ലിനെ നിർവചിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? അനുച്ഛേദം 110. ആർട്ടിക്കിൾ 110 മണി ബില്ലിനെ നിർവചിച്ചിരിക്കുന്നത്. മണി ബില്ലിൻ്റെ നടപടിക്രമങ്ങളാണ് 109 ആർട്ടിക്കിളിൽ പറയുന്നത്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് സ്പീക്കറാണ്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഏതു ബില്ലിൻ്റെ നടപടിക്രമങ്ങളാണ് 109 അനുച്ഛേദത്തിൽ വിവരിക്കുന്നത്? മണി ബില്ലിൻ്റെ നടപടിക്രമങ്ങളാണ് 109 അനുച്ഛേദത്തിൽ വിവരിക്കുന്നത്. മണി ബില്ലിനെ നിർവചിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? അത് അനുച്ഛേദം 110. മണി ബില്ലിനെ നിർവചിച്ചിരിക്കുന്നത്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതി ഏതാണ്? ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം. ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം. മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം 12 ജോഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം 12 ജോഡിയാണ്. ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ ബന്ധമില്ലാത്ത സസ്യചലനമാണ് നാസ്റ്റിക് ചലനം. എന്താണ്? ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ ബന്ധമില്ലാത്ത സസ്യചലനമാണ് നാസ്റ്റിക് ചലനം. മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഗ്രേ മാറ്റർ ആണ്. മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ ആണ്. അപ്പോൾ ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം. മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം എത്രയാണ്? 12 ജോഡിയാണ്. ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ ബന്ധമില്ലാത്ത സസ്യചലനമാണ് നാസ്റ്റിക് ചലനം. മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം മിഴാവാണ്. കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? അത് മിഴാവാണ്. കോഴിക്കോട് മാനവേദ രാജാവ് രൂപപ്പെടുത്തിയത് എന്ന് കരുതപ്പെടുന്ന നൃത്തശില്പമാണ് കൃഷ്ണനാട്ടം. കോഴിക്കോട് മാനവേദ രാജാവ് രൂപപ്പെടുത്തിയത് എന്ന് കരുതപ്പെടുന്ന നൃത്തശില്പമാണ് കൃഷ്ണനാട്ടം. ജയദേവ കവിയുടെ ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കി കൃഷ്ണഗീതി രചിച്ചതാരാണ്? അത് മാനവേദ രാജാവാണ്. ജയദേവ കവിയുടെ ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കൃഷ്ണഗീതി രചിച്ചതാരാണ്? മാനവേദ രാജാവാണ്. KPSCയുടെ മുഴുവൻ പേരെന്താണ്? കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബാണ്. എന്താണ്? KPSC കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബാണ്. KPSCയുടെ മുഴുവൻ രൂപം കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്നാണ്. കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യമാണ് മിഴാവ്. കോഴിക്കോട് മാനവേദ രാജാവ് രൂപപ്പെടുത്തിയത് എന്ന് കരുതപ്പെടുന്ന നൃത്തശില്പമാണ് കൃഷ്ണനാട്ടം. ജയദേവ കവിയുടെ ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കൃഷ്ണഗീതി രചിച്ചത് മാനവേദ രാജാവാണ്. KPSCയുടെ മുഴുവൻ രൂപമാണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. എന്താണ്? കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്.